അസ്സലാമലൈക്കും. അസ്സമക്കാത്തു സലാത്ത്, മൂന്ന് മത്സ്യങ്ങൾ. പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ മൂന്ന് മത്സ്യങ്ങൾ താമസിച്ചിരുന്നു. ആളുകൾ എത്താത്ത താഴ്ന്ന പ്രദേശത്തായിരുന്നു നമ്മുടെ കുളം കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ സന്ദർശനത്തിന് വേണ്ടിയിട്ട് ഒരാളും അവിടെ വരാറില്ലായിരുന്നു. അങ്ങനെയിരിക്കെയാണ് വിക്രമനും മുത്തുവും എന്നു പേരുള്ള രണ്ട് വേട്ടക്കാർ ആ കുളത്തിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുന്നത്. അപ്പോൾ അവർ കുളത്തിൽ തത്തിക്കളിക്കുന്ന മൂന്ന് മത്സ്യങ്ങളെ കണ്ടു പറഞ്ഞു, നമുക്ക് തിരിച്ചു വന്നിട്ട് ഈ മത്സ്യങ്ങളെ പിടിക്കാം. അവർ തിരിച്ചു പോയി. ഈ രണ്ട് ആളുകളെ കണ്ട ഉടനെ തന്നെ ഒരു മത്സ്യത്തിന് തോന്നി എന്തോ പന്തികേടുണ്ട്, അവർ പിടിക്കാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ആ മത്സ്യം തൊട്ടടുത്ത് മറ്റൊരു അരുവി ഉണ്ടായിരുന്നു. ആ അരുവിയിലേക്ക് ആ മത്സ്യം പോയി. ബാക്കി രണ്ട് മത്സ്യങ്ങളും അവിടെ തന്നെ നിന്നു. അല്പസമയത്തിന് ശേഷം വലയുമായി വേട്ടക്കാർ വന്നു, മീൻപിടുത്തക്കാർ വന്നു. ആ സമയത്താണ് രണ്ടാമത്തെ മത്സ്യത്തിന് തോന്നിയത് എന്തോ പന്തികേടുണ്ട്. പക്ഷേ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. കാരണം അവർ ഈ കുളത്തിൽ നിന്നും അരുവിയിലേക്കുള്ള വഴി അവരടച്ചു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് രണ്ടാമത്തെ മത്സ്യം ചത്ത പോലെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടന്നു. അപ്പോൾ വേട്ടക്കാർ വിചാരിച്ചു ഈ മത്സ്യം ചത്ത് കാണും, അതുകൊണ്ട് ഇവനെ വേണ്ട, ഇവനെ നമുക്ക് ആദ്യം ഒഴിവാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചത്ത പോലെ കിടന്ന മത്സ്യത്തെ എടുത്തിട്ട് കരയിലേക്കിട്ടു. ആ മത്സ്യം ഉടനെ കരയിൽ നിന്നും ചാടി അരുവിയിലേക്ക് എത്തി. മൂന്നാമത്തെ മത്സ്യം അവനൊന്നും അറിയില്ല. അവനെ വേട്ടക്കാരെ പിടിച്ച് പൊരിച്ച് ഭക്ഷണം കഴിച്ച്. ഓക്കെ, അപ്പോൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മനുഷ്യൻ്റെ മൂന്ന് തരം മനുഷ്യന്മാരെ കുറിച്ചാണ് ഈ കഥയിൽ പറയുന്നത്. ഒന്നാമത്തെ ആൾ വളരെ ബുദ്ധിമാനായിരിക്കും, അതിബുദ്ധിമാനായിരിക്കും, കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്യുന്ന ഒരാൾ. രണ്ടാമത്തെ ആൾ അങ്ങനെ പഠിക്കുകയൊന്നുമില്ല, പഠിക്കൂല, കളിച്ച് നടക്കും. വലിയ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മെനക്കെട്ട് രാവും പകലും പഠിച്ചിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടി അധ്വാനിച്ചിട്ട് അവൻ എങ്ങനെയെങ്കിലുമൊക്കെ കാര്യം സാധിക്കും. അതാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ മടിയനായ പുത്രനാണ്. മടി പിടിച്ചിങ്ങനെ വീട്ടിലിരിക്കും. അവസാനം എല്ലാ പരീക്ഷണങ്ങളിലൊക്കെ പരാജയപ്പെടുകയും ചെയ്യും. ഇങ്ങനത്തെ മനുഷ്യൻ്റെ മൂന്ന് ഉദാഹരണത്തെയാണ് ഈ ഒരു മത്സ്യങ്ങളിലൂടെ നമ്മൾ ഉദാഹരിച്ചത്. കഥ മനസ്സിലായോ? അപ്പോൾ നമുക്കിതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഞാനൊന്ന് വായിച്ചു തരാം. ഓക്കെ, അത് നിങ്ങൾ കേൾക്കുക. സമകത്ത് മത്സ്യം, ഗദീർ കുളം, കാന ഉണ്ടാവുക, ഹക്ക വിവരിക്കുക, അന്ന തീർച്ചയായും, മക്കാൻ സ്ഥലം, അർള് ഭൂമി, ഖറുബ അടുക്കുക, ഇവിടെ ദാത്ത ഒരു, മറ നടക്കുക, സ്വയ്യാദ് വേട്ടക്കാരൻ, ഇജ്താസ നേടുക, തവാഅദ തീരുമാനിക്കുക, റജ മടങ്ങുക, ഷിബാക്ക് വല, സ്വാദ വേട്ടയാടുക, സരിയാത്തുൽ ഫഹം ബുദ്ധിമാൻ, ഫഹം എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധി എന്നാണ്, ഇർത്താബ സംശയിക്കുക, തഹവഫ ഭയക്കുക, ഖഫസ രക്ഷപ്പെടുക, മദ്ഹൽ വഴി, ദക്കിയത്ത് ബുദ്ധിമതി, തലബസ സംശയം തോന്നുക, അബ്സ്വറ കാണുക, ശ്രദ്ധ അടക്കുക, അറഫ അറിയുക, അറാദ ഉദ്ദേശിക്കുക, ഫറത്ത അതിര് കടക്കുക, ആഖിബത്ത് അന്ത്യം, തഫ്രീത്ത് അലസത, കൈഫ എങ്ങനെയാണ്, ഖലാസ് രക്ഷ, തമാവത്ത മരിച്ച പോലെ കിടക്കുക, തൊഫ പൊങ്ങിക്കിടക്കുക, മുൻകലിബത്ത് തിരിഞ്ഞു മറിഞ്ഞു, അഹദ എടുക്കുക, അൽഖ ഇടുക എറിയുക, വസവ ചാടുക, നജ രക്ഷപ്പെടുക. അപ്പോൾ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. ഓക്കെ, അപ്പോൾ കേൾക്കുക. യുഹ്ക പറയപ്പെടുന്നു, സാധാരണ രീതിയിലുള്ളൊരു കഥയാണ് നമ്മൾ പറയുന്നത്. യുഹ്ക പറയപ്പെടുന്നു, അന്ന ഗദീറൻ ഒരു കുളം, കാന ഫീഹി ആ കുളത്തിലുണ്ടായിരുന്നു, കാന ഉണ്ടായിരുന്നു, ഫീഹി ആ കുളത്തിൽ, സലാസു സമകാത്തിൻ മൂന്ന് മത്സ്യങ്ങൾ. യുഹ്ക പറയപ്പെടുന്നു, അന്ന ഗദീറൻ ഒരു കുളം, കാന ഫീഹി ആ കുളത്തിലുണ്ടായിരുന്നു, സലാസു മൂന്ന് സമകാത്തിൻ മത്സ്യങ്ങൾ, വക്കാന ആയിരുന്നു, ദാലിക്കൽ മക്കാനു ആ സ്ഥലമായിരുന്നു, ആ കുളമുള്ള സ്ഥലമായിരുന്നു,
ഫി മുൻഹഫിലിൻ താഴ്ന്ന പ്രദേശത്തായിരുന്നു, മിനൽ അർദി ഭൂമിയിൽ നിന്നും താഴ്ന്ന പ്രദേശത്താണ് അതുണ്ടായിരുന്നത്. ലാ ഇക്കാദു യഖ്റുബുഹു അങ്ങോട്ട് അടുക്കില്ലായിരുന്നു മിനന്നാസി ജനങ്ങളിൽ നിന്നും അഹദുൻ ഒരാളും അങ്ങോട്ട് അടുക്കില്ലായിരുന്നു. അങ്ങനെ ഫലമ്മ ആയപ്പോൾ, ഫലമ്മ പറഞ്ഞാൽ അപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ്, മനസ്സിലായോ? ഫലമ്മ പറഞ്ഞാൽ അപ്പോൾ, ഫലമ്മ കാന ആയപ്പോൾ, ദാത്ത യൗമിൻ ഒരു ദിവസമായപ്പോൾ, അഥവാ ഒരു ദിവസം എന്നുള്ള അർത്ഥത്തിൽ, ദാത്ത പറഞ്ഞാൽ ഒരു, യൗമിൻ ദിവസം. ഫലമ്മ കാന ദാത്ത യൗമിൻ ഒരു ദിവസമായപ്പോൾ, മറ സ്വയ്യാദാനി രണ്ട് വേട്ടക്കാർ നടന്നു, അലാ ദാലിക്കൽ ഗദീരി ആ കുളത്തിൻ്റെ അടുത്തുകൂടെ, മുജ്താസൈനി എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട്. ഫത്തവാഅദ അങ്ങനെ അവർ വിചാരിച്ചു, മടങ്ങി വരാൻ അവർ ഈ മത്സ്യങ്ങളെ കണ്ടു. അങ്ങനെ മത്സ്യങ്ങളെ കണ്ടിട്ട് ഫതഅബാദ അവർ വിചാരിച്ചു മടങ്ങി വരാൻ ഇലൈഹി ആ കുളത്തിലേക്ക്, ബിശിബാക്കിമ്മ അവരുടെ വല കൊണ്ട്. എന്നിട്ടോ ഫയസീദ അവർ രണ്ടുപേരും വേട്ടയാടും അസ്സമക്കാത്തി ഈ മത്സ്യങ്ങളെ. ഫലമ്മാ റഅതുഹുമ ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ അസ്സമകത്തുൽ ഊല ഒന്നാമത്തെ മത്സ്യം കണ്ടപ്പോൾ, വകാനത്ത് ആ മത്സ്യമായിരുന്നു സെരിയാത്തുൽ ഫഹിമി വളരെ ബുദ്ധിമാനായിരുന്നു അല്ലെങ്കിൽ ബുദ്ധിമതിയായ മത്സ്യമായിരുന്നു അത്. ആ സമയത്ത് ഇർത്താബത്ത് അവൾക്ക് സംശയം തോന്നി, ബിഹിമ അവരെ കൊണ്ട്. അപ്പോൾ അവരോട് എന്തോ ഒരു സംശയം, അല്ലേ? തഖവ്വഫത്ത് അവൾ ഭയന്നു, പേടിച്ചു, മിൻഹുമ ആ രണ്ട് വേട്ടക്കാരിൽ നിന്നും അവൾ പേടിക്കുകയും ചെയ്തു നമ്മുടെ മത്സ്യം. അപ്പോൾ ഖഫസത്ത് അവൾ ചാടി മിൻ മദ്ഖലിൽ മാഇ ആ വെള്ളത്തിൻ്റെ കുളത്തിൻ്റെ കവാടത്തിലൂടെ ചാടി, ഇലന്നെഹിരി പുഴയിലേക്ക് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള അരുവിയിലേക്ക് ചാടി രക്ഷപ്പെട്ടു. അമ്മ സമകത്ത് സാനിയ രണ്ടാമത്തെ മത്സ്യം, വക്കാനത്ത് അവളായിരുന്നു, ദക്കീയത്തൻ ബുദ്ധിമതിയായിരുന്നു. ഫതലബ്ബതത് അപ്പോൾ അവൾക്ക് എന്തോ പന്തികേട് തോന്നി. ഹത്ത അങ്ങനെ സ്വയ്യാദാനി, തലബത്ത എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പന്തികേട് തോന്നിയാലും അവിടെ തന്നെ നിന്നു എന്നൊരർത്ഥം, അല്ലേ? കുളത്തിൽ തന്നെ നിന്നു. ഹത്ത അങ്ങനെ സ്വയ്യാദാനി രണ്ട് വേട്ടക്കാരും വന്നു. ഫലമ്മ അബ്സ്വറത്ത് അവൾ കണ്ടപ്പോൾ, ഈ രണ്ടാമത്തെ മത്സ്യം കണ്ടപ്പോൾ, ഹുമ ആ രണ്ട് വേട്ടക്കാരെയും കണ്ടപ്പോൾ എങ്ങനെ കണ്ടു? ഖദ് സദ്ദ അവർ രണ്ടുപേരും അടച്ചിട്ടുണ്ട്, അൽ മഖറജ വഴിയെ, ഈ കുളത്തിൽ നിന്നും പുഴയിലേക്കുള്ള വഴിയെ അവർ രണ്ടുപേരും അടച്ചു എന്ന് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ മത്സ്യം അടക്കുന്നത് കണ്ടപ്പോൾ. അപ്പോൾ അറഫത്ത് അവൾ അവൾ അറിഞ്ഞു, മല്ലതി എന്താണ് യുരീദാനി അവർ ഉദ്ദേശിക്കുന്നത്, ബിഹ അതുകൊണ്ട്. അവർ അടച്ചല്ലോ അല്ലേ, ആ അടക്കുന്നത് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ രണ്ടാമത്തെ മത്സ്യത്തിന് മനസ്സിലായി. എന്തിനാണ്? അവനെ പിടിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ കാലത്ത് അവൾ മനസ്സിൽ പറഞ്ഞു, ഫറത്തു ഞാൻ അതിര് കടന്നിരിക്കുന്നു. വഹാദിഹി ഇതാണ് ആഖിബത്തു തഫ്രീത്തി ഈ അലസതയുടെ ഫലം ഇതാണ്. ഞാൻ അപ്പോൾ അലസത കാണിച്ചു, ഈ അലസതയുടെ ഫലം ഇതാണ് എന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. കൈഫൽ ഖലാസു ഇനി എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക? കൈഫ എങ്ങനെയാണ് അൽ ഖലാസു ഞാൻ രക്ഷപ്പെടുക എന്ന് മനസ്സിൽ ചിന്തിച്ചു. സുമ്മ എന്നിട്ട് തമാവതത് മരിച്ച പോലെ അഭിനയിച്ചു. വജഅലത് അവളായി എങ്ങനെ തത്ഫു പൊങ്ങിക്കിടക്കുന്നവളായി, അലാ വജിഹിൽ മായി വെള്ളത്തിന് മുകളിൽ മുഖലിബത്തൻ ഇങ്ങനെ തിരിഞ്ഞും മറഞ്ഞു, അല്ലയോ? ഒരു സ്ഥലത്തേക്ക് മറിഞ്ഞിട്ട്. അപ്പോൾ മത്സ്യമൊക്കെ ചത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നത്, അതുപോലെ മരിച്ച പോലെ കിടന്നു. ഫഅഖദ അവർ രണ്ടുപേരും ആ രണ്ട് വേട്ടക്കാരും എടുത്തു ഈ ഒരു മത്സ്യത്തെ, രണ്ടാമത്തെ മത്സ്യത്തെ. അൽഖയ അവർ രണ്ടുപേരും എറിഞ്ഞു ആ രണ്ടാമത്തെ മത്സ്യത്തെ അലൽ അർളി ഭൂമിയിലേക്ക്. ഗൈറ ബഈദത്തിൻ അധികം വിദൂരത്തല്ലാതെ, മിനൻ നെഹരി പുഴയിൽ നിന്നും അധികം ദൂരത്തല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ആ മത്സ്യത്തെ അഥവാ അവളെ എറിഞ്ഞു. ഫവസബത്ത് അപ്പോൾ അവൾ ചാടി, ഫീഹി
അതിൽ ആ ഭൂമിയിലാണല്ലോ എറിഞ്ഞത്, അവിടെ നിന്ന് ഇങ്ങനെ ചാടി ആ പുഴയിൽ ചാടി ഫനജത് അങ്ങനെ അവൾ രക്ഷപ്പെട്ടു മിൻഹുമ ആ രണ്ട് വേട്ടക്കാരിൽ നിന്നും അവൾ രക്ഷപ്പെടുകയും ചെയ്തു. മൂന്നാമത്തെ മത്സ്യത്തിന് എന്ത് സംഭവിച്ചു എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.